അതായത് എൻ്റെ വീട്ടിലേക്ക് വരയ്ക്ക് പേടി, ഒറ്റക്കാലുമ്പോൾ മുക്ക് പാദസരം, ഒറ്റക്കാലുമ്പോൾ സ്വർണ്ണ പാദസരം. അവസാനം ഞങ്ങൾ സൂയിസൈഡ് ചെയ്യാൻ വിചാരിച്ചു. സത്യമുള്ള കാര്യം പറയുന്നത്, സൂയിസൈഡ് ചെയ്യാൻ വിചാരിച്ചു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിനീത. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് എങ്ങനെ മാറി, അതായത് എൻ്റെ കടബാധ്യതകളൊക്കെ ഞാൻ എങ്ങനെ വീട്ടി, എങ്ങനെ കടത്തിലേക്ക് ഇത്രയും വലിയൊരു പടുക്കുഴിയിലേക്ക് ഞാൻ ചെന്ന് വീണു. ഈ ഒരു വീഡിയോ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക, അവരങ്ങനെ ചിന്തിച്ചോട്ടെ. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു 19ാമത്തെ വയസ്സിലാണ് എൻ്റെ ഒരു കല്യാണം കഴിഞ്ഞത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രഗ്നൻ്റ് ആയി 2-3 മാസം കൂടി കഴിഞ്ഞപ്പോൾ കൊറോണ നല്ലപോലെ വ്യാപിച്ച് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണനെ അങ്ങനെ പണിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് നമ്മൾക്ക് അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെ മസ്കറ്റിലേക്ക്, അതായത് കണ്ണൻ കുറേ നാൾ മസ്കറ്റിലായിരുന്നു. എന്നെ കല്യാണം കഴിക്കണവരെ മസ്കറ്റിലായിരുന്നു. കല്യാണത്തിന് വേണ്ടി നാട്ടിൽ വന്നു. കൊറോണ വന്നപ്പോൾ പിന്നെ തിരിച്ച് പോകാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയായ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും ഓരോരോ ക്രാഫ്റ്റൊക്കെ വീട്ടിലിരുന്ന് പഠിച്ചു, ബോട്ടിൽ ആർട്ടൊക്കെ പഠിച്ചില്ലേ. അതുപോലെ നമ്മുടെ കണ്ണൻ ചേട്ടൻ ഒരു കുബുദ്ധി തോന്നിയതാണ് വണ്ടി കച്ചവടം ചെയ്യാന്നുള്ളത്. അങ്ങനെ ഒരു ലോഡ് വണ്ടികൾ വാങ്ങിക്കൂട്ടി. ഞങ്ങൾക്ക് കാറുണ്ടായിരുന്നു, ബൈക്ക് ഉണ്ടായിരുന്നു, സ്കൂട്ടി ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ കുറച്ച് ഗോൾഡ് വെച്ചിട്ടാണ് ആൾ വണ്ടികളൊക്കെ വാങ്ങിക്കൂട്ടിയത്. പക്ഷേ ഈ വണ്ടികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെല്ലാം ഡിപ്രിസിയേഷൻ അസറ്റാണ്. അതായത് വാങ്ങിയ സാധനത്തിൻ്റെ വിലയെല്ലാം നമുക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ കിട്ടുക. കൊല്ലം കൂടുന്തോറും അതിൻ്റെ റേറ്റ് കുറയും. ഒന്നാമത്തതേ വാങ്ങിയത് സെക്കൻഡ് ഹാൻഡ്, തേർഡ് ഹാൻഡ് വണ്ടികളാണ്. പിന്നെ ഫുള്ളായിട്ട് എമൗണ്ട് കൊടുത്തിട്ടല്ല വണ്ടികൾ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ആൾ വണ്ടി വാങ്ങിക്കൊണ്ടൊരു സി സിക്കാർ പിടിച്ചോണ്ടു, ആൾ വണ്ടി വാങ്ങിക്കൊണ്ടൊരു സി സിക്കാർ പിടിച്ചോണ്ടു, ആൾ വണ്ടി വാങ്ങിക്കൊണ്ടൊരു സി സിക്കാർ പിടിച്ചോണ്ടു. രാവിലെ പൾസറാണെങ്കിൽ ഉച്ചയ്ക്ക് സ്കൂട്ടി, ഉച്ചരിഞ്ഞ കാറ്, അങ്ങനെയൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് നമ്മുടെ കണ്ണൻ ചേട്ടൻ. അങ്ങനെ വണ്ടി കച്ചവടം നടത്തിയിട്ട് അങ്ങനെ കട ഉണ്ടോ ചോദിച്ചാൽ അങ്ങനെ കടയില്ല കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ ഗോൾഡൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു റിലേറ്റീവിൻ്റെ കല്യാണം വന്നു. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഗോൾഡ് കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഇനി എൻ്റെ ഗോൾഡ് തരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വണ്ടി കച്ചവടം നടത്തിയിട്ട് കുറച്ച് ഗോൾഡ് പോയി. അപ്പോൾ എൻ്റെ ഗോൾഡ് തരില്ല പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ നാട്ടിൽ കുറച്ച് ഈ ഗ്രൂപ്പ് ലോണൊക്കെ, മൈക്രോ ഫൈനാൻസിൽ നിന്ന് ഗ്രൂപ്പ് ലോൺ എടുക്കണം കുറച്ച് ടീമുണ്ട്. ആ ഗ്രൂപ്പ് ലോൺ കിട്ടണമെങ്കിൽ ഒരു 5 പേര് വേണം, ടീമിൽ 6 പേര് വേണം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മൈക്രോ ഫൈനാൻസ് എന്നുള്ളൊരു സംഭവമേ ഞാൻ അറിയുന്നത്. അങ്ങനെ ഗ്രൂപ്പിൽ പോയി ഫസ്റ്റ് ലോൺ എടുക്കുന്നതൊക്കെ തോന്നുന്നു 50,000 രൂപ അങ്ങോട്ടാണ്. അങ്ങനെ അത് ഞാനാണല്ലോ മെയിനായിട്ടുള്ള ആൾ, കണ്ണൻ ചേട്ടൻ നോമിനി. എന്നിട്ട് നമ്മൾ ലോൺ ഇട്ടു, ഒപ്പിട്ടു, പൈസ കിട്ടി, ഗോൾഡ് എടുത്തു, കൊടുത്തു. അത് ആഴ്ചയിൽ 1000 രൂപയായിരുന്നു EMI. അങ്ങനെ ചെയ്തപ്പോൾ കണ്ണൻ ചേട്ടന് വേറൊരു കുബുദ്ധി. ആളിങ്ങനെ കുരുട്ട് ബുദ്ധികളുടെ ഒരു ആശാനായതുകൊണ്ട് തന്നെ അടുത്തൊരു ബുദ്ധി തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ നിൻ്റെ ഗോൾഡൊക്കെ പോയതൊക്കെ ഞാൻ എടുത്തു തരാം, 2-3 ലോണും കൂടെ നമുക്ക് എടുക്കാം, എങ്കിൽ പിന്നെ ഗോൾഡൊക്കെ എടുക്കാമല്ലോ, പിന്നെ എനിക്ക് EMI മാത്രം അടച്ചു പോയാൽ പോരെയെന്ന്. അത് കേട്ടപ്പോൾ എനിക്കും ഒരു ബുദ്ധി തോന്നാതില്ല. ഞാൻ വീണ്ടും പോയി സൈൻ ചെയ്ത് കൊടുത്തു, ലോണുകൾ എടുത്തു, എൻ്റെ ഗോൾഡെല്ലാം തിരിച്ചെടുത്തു. പക്ഷേ ഈ ലോൺ അടയ്ക്കാതെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ഗോൾഡ് കൊണ്ടുവച്ചു, ലോൺ അടയ്ക്കുന്നു, പിന്നെ ഈ അടുത്ത ലോൺ എടുക്കുന്നു, ഗോൾഡ് വാങ്ങുന്നു, ഗോൾഡ് വെക്കുന്നു, ലോൺ അടയ്ക്കുന്നു, ലോൺ എടുക്കുന്നു. ഈ സംഭവം റൊട്ടേഷൻ നടത്തും. അങ്ങനെ എടുത്ത് മൈക്രോ ഫിനാൻസിൽ നിന്ന് ഏകദേശം നമുക്ക് മാസത്തിൽ ഒരു 55,000 രൂപയുടെ അവിടേക്ക് EMI വന്നു. ഈ 55,000 രൂപ പറഞ്ഞാൽ നിസ്സാര എമൗണ്ട് ആവും കുറച്ച് പേർക്ക് കേൾക്കുമ്പോൾ. പക്ഷേങ്കിൽ അന്ന് ഞാൻ പണിക്കൊന്നും പോയിടുന്നില്ല. പിന്നെ കണ്ണൻ ചേട്ടനുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു 20-25 ഉള്ളിലൊക്കെ ആവും. വീട്ടു ചിലവൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അത് 12 ഉള്ളിലൊക്കെ ആവും കിട്ടുക. അങ്ങനെ എന്താ പറയുക, നമുക്ക് ആകെ തലവേദനയായി. ലോൺ അടയ്ക്കാൻ പൈസ ഇല്ലാതെ ആയി തുടങ്ങി. കുറേശ്ശെ ഗോൾഡൊക്കെ പോയി തുടങ്ങി. 10 രൂപയ്ക്ക് വരെ തെണ്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ചേച്ചിക്ക് ഇങ്ങനെ കടം കൊടുത്തിരുന്നു. പക്ഷേ നമുക്കൊരാവശ്യം വന്നപ്പോൾ ഒരു 10 രൂപയുടെ കുറവ്, ലോണ് കറക്റ്റായി അടച്ചില്ലെങ്കിൽ ഒരു 10 രൂപ കുറവുണ്ടെങ്കിൽ പോലും മൈക്രോ ഫിനാൻസിലത്തെ ആൾക്കാരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കസാര ഇട്ട് അങ്ങനെ ഇരിക്കും, അവർ പോവത്തില്ല. അതിപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ അടച്ചില്ലെങ്കിലും ആരുടെ വീട്ടിലാണോ പുസ്തകം ആ വീട്ടിൽ അങ്ങോട്ട് കസാര ഇട്ടിട്ടിരിക്കും. ലോണിൻ്റെ എമൗണ്ട് തരണ വരെ അയാൾ അവിടെ ഇരിക്കും. അതൊക്കെ ഒരു കാലം. അങ്ങനെ ഞങ്ങളുടെ ഒരു 10 രൂപ കുറവുണ്ടായിരുന്നു. അത് ബാക്കിയുള്ളതൊക്കെ തെണ്ടി പറക്കിയിട്ടാണ് ഉണ്ടാക്കിയതെങ്കിലും 10 രൂപയ്ക്ക് ഭയങ്കര കുറവുണ്ടായിരുന്നു. അന്നാണ് 10 രൂപയുടെ വില ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് നമ്മൾ കടം കൊടുക്കണ ഒരു ചേച്ചിയുണ്ട്, നമ്മുടെ കയ്യിലുള്ളപ്പോൾ കടം കൊടുക്കണ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ അടുത്തൊരു 10 രൂപ ചോദിച്ചപ്പോൾ ആ ചേച്ചി 10 രൂപയ്ക്ക് ഞങ്ങളതിനെ ആട്ടിയിട്ടുണ്ട്. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു, എന്ത് തേങ്ങയെങ്കിലും ആവട്ടെ, ഗോൾഡൊക്കെ പോട്ടെ, കാരണം ഗോൾഡ് നമുക്ക് പിന്നെ ഉണ്ടാക്കാം, കഞ്ഞി കുടിച്ചിട്ടായാലും ജീവിക്കാം, കടം വീടിയ തന്നെ പകുതി മനസ്സമാധാനം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം എല്ലാ ഗോൾഡും ഞങ്ങൾ കൊടുത്തു.
വീട്ടിലേക്ക് വരാൻ വരയ്ക്ക് പേടിയായ ഒരു സമയമുണ്ട്. അതായത് എൻ്റെ വീട്ടിലേക്ക് വരയ്ക്ക് പേടി. ഒറ്റക്കാലുമ്പോൾ മുക്കുപാദസരം, ഒറ്റക്കാലുമ്പോൾ സ്വർണ്ണപാദസരം, അങ്ങനെ ഇട്ട് നടന്നിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഒരുവിധം ഗോൾഡെല്ലാം കൊടുത്ത് കുറച്ച് കട ഒതുങ്ങി. അതായത് ഇത്രയും ഗോൾഡ് കൊടുത്തിട്ടും ഈ മൈക്രോ ഫിനാൻസിൻ്റെ ഇത്രയും ഗ്രൂപ്പ് ലോൺ പോലും വീടുന്നില്ല. ഇത്രയും ഗോൾഡും പോയി, ബാലൻസ് വീണ്ടും കട ഉണ്ട്. ഇനിയിപ്പോൾ ഇത് എങ്ങനെ അടയ്ക്കും? നമുക്ക് നമ്മുടേതായ ഒരു കാര്യത്തിന് പോലും പൈസ കിട്ടണില്ല. അവസാനം ഞങ്ങൾ സൂയിസൈഡ് ചെയ്യാൻ വിചാരിച്ചു. സത്യമുള്ള കാര്യം പറയുന്നത്, സൂയിസൈഡ് ചെയ്യാൻ വിചാരിച്ചു. ഇവിടെ ഒരു ഡാമുണ്ട്, അവിടെ പോയി ഞാനുണ്ട്, കുക്കുണ്ട്. കുക്കുവിന് അന്ന് അത്ര വയസ്സൊന്നുമില്ല കേട്ടാ. ഞാനുണ്ട്, കുക്കുണ്ട്, കണ്ണുണ്ട്. ഞങ്ങൾ മൂന്നാളും കൂടെ സൂയിസൈഡ് ചെയ്യാനൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണൻ ചേട്ടന് ദുബായിലേക്കൊരു കോൾ വരുന്നത്. അവിടെ ഒഴിവുണ്ട്, വന്നോളം പറഞ്ഞിട്ട്. അങ്ങനെ ആൾ കയറിപ്പോയി. അങ്ങനെ കണ്ണൻ ദുബായി പോയപ്പോൾ കണ്ണൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലത്തെ പണിയെടുത്തുള്ള പൈസ മുന്നേ കുട്ടി അഡ്വാൻസായി മേടിച്ചിട്ട് ഞങ്ങൾ കുറച്ചും കൂടെ ലോൺ ക്ലോസ് ചെയ്തു. എന്നിട്ടും ലോൺ ക്ലോസ് ആവുന്നുണ്ടായിരുന്നില്ല. എന്താ കാരണം? അത്രയ്ക്കധികം പലിശയൊക്കെ ഉള്ള കുറേ EMI ഉണ്ടായിരുന്നു, കുറേ ഗ്രൂപ്പ് ലോൺ ഉണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് കിട്ടണത്, അതായത് യൂട്യൂബിലേക്ക് വന്നതിന് ശേഷം എനിക്ക് കിട്ടണേന്നൊക്കെ കുറേശ്ശെ കൊണ്ട് ലോണുകളൊക്കെ അടച്ചു. പിന്നെ EMI ഒക്കെ കണ്ണനെ അടയ്ക്കാൻ സഹായിച്ചു. അങ്ങനെ അടച്ച് ഇപ്പം എൻ്റെ എല്ലാ ലോണും ഏകദേശം ക്ലോസായി. ഇപ്പോൾ മനസ്സമാധാനത്തിൽ ജീവിക്കുന്നു. ഇനി എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മൈക്രോ ഫിനാൻസിൽ നിന്ന് ലോൺ എടുക്കില്ല. അത് എത്ര ആവശ്യം വന്നാലും ഞാൻ ലോൺ എടുക്കില്ല. ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് കണ്ണൻ ദുബായിൽ നിന്ന് പൈസ അയക്കുമ്പോൾ നമുക്ക് ചിലവിനുള്ളത് പോലും കിട്ടില്ല. ചിലപ്പോൾ ഒരു 500 രൂപ കിട്ടി. കാരണം എന്ന് വെച്ചാൽ അത്രയും EMI ഉണ്ടല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു മാസത്തെ EMIയുടെ പൈസ ഒരു ചേച്ചിക്ക് അയച്ചു കൊടുക്കും. ആ ചേച്ചിയാണ് എൻ്റെ പൈസയൊക്കെ EMI വരുമ്പോൾ അടയ്ക്കുക. കാരണം എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് ചിലവാവണ്ടല്ലോ, ചിലവായി കഴിഞ്ഞാൽ വേറെ ഇവിടെ നിർത്തി കൊടുക്കാനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലാണത്തെ വേറൊരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, വിനീതേ നിൻ്റെ ഈ മാസത്തെ EMIയുടെ പൈസയ്ക്ക് തരുമോ? ഞാൻ ആ ചേച്ചി പേരൊന്നും പറയണില്ല. ആ ചേച്ചി എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ചേച്ചിക്ക് മനസ്സിലാവും ആരാ ആ ചേച്ചി എന്നുള്ളത്. ഈ ഒരു മാസത്തെ EMIയുടെ പൈസ തരുമോ? ഞാൻ നിൻ്റെ അടവൊക്കെ അടയ്ക്കാം, നിനക്ക് എന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അത്രയും കമ്പനി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു മാസത്തെ EMI ആ ചേച്ചിക്ക് കൊടുത്തു. ആ ചേച്ചി അത് അടയ്ക്കുന്നുള്ള വിശ്വാസത്തിൽ പിറ്റത്തെ മാസമായപ്പോൾ എന്നെ സാറ് വിളിച്ചു, എന്താ ലോൺ അടയ്ക്കാത്തത്? ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ട്, എന്താ പൈസ അടയ്ക്കാത്തത്? പൈസ വേഗം അയക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പൈസ കൊടുത്തിട്ടുണ്ടല്ലോ. ആരുടെ കയ്യിൽ ചോദിച്ചു. ഞാൻ ഇന്നാളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടല്ലോ പറഞ്ഞു. ആൾ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. ആളുടെ ഫോൺ സ്വിച്ച് ഓഫ്. ആൾ പറ്റിച്ചു. എൻ്റെ പൈസ മൊത്തം പോയി. എന്നിട്ട് ഞാൻ എന്താ പറയുക, കഴുത്തിലിട്ട താലി, ലോക്കറ്റ്, നമ്മൾ താലി മാലയൊക്കെ കൊണ്ട് വിറ്റെങ്കിലും താലിയുടെ ലോക്കറ്റ് ഉണ്ടായിരുന്നു, അത് കൊണ്ടിട്ട് പണയം വെച്ച് അതിൽ നിന്നുള്ള പൈസ അങ്ങോർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ചേച്ചിനെ അങ്ങനെ കോൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ ആ ചേച്ചി ഫോൺ എടുക്കില്ല. ഫോൺ എടുത്താൽ തന്നെ നമ്മളെ ഇങ്ങോട്ട് ചീത്ത പറയും. ആൾ ചീത്ത പറയണ കേൾക്കുമ്പോൾ നമ്മളാണ് ആളെ നിന്ന് പൈസ വാങ്ങിയെന്ന് തോന്നും. അതോടെ ഞാൻ എൻ്റെ ലൈഫിൽ വിചാരിച്ചിട്ടുണ്ട്, ഒരാൾക്കും ഞാൻ കടം കൊടുക്കില്ല, കടം മേടിക്കില്ല. ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്നറിയോ? നമ്മൾ വലിയ പണക്കാരനാവുന്നതോ അല്ലെങ്കിൽ വലിയ സംഭവമൊന്നുമല്ല. ഒരു മനുഷ്യനെ കടമില്ലാതെ മനസ്സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുക, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ കുറേ പേര് എങ്ങനെയാണ് കടം വീടി ചോദിച്ചു. അത്യാവശ്യം എല്ലാ ഗോൾഡും കൊണ്ട് കൊടുത്തിട്ട് തന്നെയാണ് കടം വീടിയത്. ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് യൂട്യൂബ് തന്നെയാണ് കേട്ടോ. ഞാൻ സത്യം പറയാം കേട്ടോ, ഉള്ള കാര്യമാണ് പറയുന്നത്. അത്രയും തോന്നെ പൈസ ഒന്നും കിട്ടില്ലെങ്കിലും എനിക്ക് കിട്ടുന്നത് കൂട്ടി വെച്ചിട്ട് ഞാൻ കുറേശ്ശെ കൊണ്ട് ക്ലോസ് ചെയ്യും. ഇങ്ങനെ ഉറുമ്പ് ഇങ്ങനെ കൂട്ടി വെക്കണമെങ്കിൽ ഓരോ പൈസ കിട്ടുന്നതൊക്കെ കൊണ്ടിട്ട് ഞാൻ കുറേശ്ശെ കൊണ്ട് ക്ലോസ് ചെയ്യും. എന്നിട്ടും അന്ന് 2020, 2021 ആ സമയത്തുള്ള ലോൺ ഇതേ 26 ആകുമ്പോഴൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു ഏകദേശം ഒരു തീരുമാനമായത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു മക്കളെ എൻ്റെ ജീവിതം. അതിനൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു മോചനം കിട്ടി. ഇപ്പോൾ സന്തോഷമാണ്. ഉള്ള ചമ്മന്തിയെങ്കിലും കൂട്ടി കഞ്ഞി കുടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, കടങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റും. നിങ്ങൾ ഒരിക്കലും സൂയിസൈഡ് എന്നുള്ളൊരു സംഭവം ചിന്തിക്കരുത്. ഈ ഒരു 20ാമത്തെ വയസ്സിൽ ഇത്രയും ബാധ്യത വന്നിട്ട് ഇതൊക്കെ വീട്ടാൻ എനിക്ക് പറ്റിയെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തർക്കും അതൊക്കെ പറ്റും. പിന്നെ മൈക്രോ ഫിനാൻസിനൊക്കെ ലോൺ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും പോയി ചാടരുത്. 1, 2, 3 അതിൽ കൂടുതൽ വേണ്ട. കാരണം നമുക്ക് പറ്റില്ല. ഇതൊരു ലൂപ്പാണ്. നമുക്ക് പിന്നെയും ചെയ്യണം എന്ന് തോന്നും, പക്ഷെ ഒരിക്കലും ചെയ്യരുത്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി നീങ്ങിയിട്ട് ലൈക്കിൻ്റെ ഡിസ്ലൈക്കിൻ്റെ ഒക്കെ അപ്പുറത്തൊരു ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ഹൈപ്പ് ചെയ്ത് വിട്ടോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ. ടാറ്റാ.